നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ തിരഞ്ഞെടുപ്പ് രംഗത്ത് UDFും BJPയും പരസ്പര സഹകരണ സംഘമായാണ് പ്രവർത്തിക്കുന്നതെന്ന് പിണറായി വിജയൻ. വെള്ളിയാഴ്ച വിജയദശമി, അറിവിന്റെ ആദ്യാക്ഷരം നുകർന്ന് കുരുന്നുകൾ. പിലാത്തറ പറവൂരിൽ ഹൈടെൻഷൻ വൈദ്യുതി ലൈൻ പൊട്ടിവീണു, വഴിമാറിയത് വൻ ദുരന്തം. മാംസം കഴിക്കാത്ത ബ്രാഹ്മണരുടെ മുദ്രാവാക്യമാണ് ഗോവധ നിരോധനമെന്നും RSS രൂപീകരിച്ച നാഗ്പൂരിലെ ബ്രാഹ്മണ യുവാക്കൾ മുന്നോട്ട് വെച്ച നിലപാടാണ് സംഘപരിവാർ നടപ്പിൽ വരുത്താൻ ശ്രമിക്കുന്നതെന്നും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. വീണ്ടും ചരിത്രം കുറിക്കാനൊരുങ്ങുകയാണ് കരിവെള്ളൂർ ഗ്രാമം. പച്ചക്കറിയിൽ സ്വയം പര്യാപ്തത നേടാനൊരുങ്ങി കരിവെള്ളൂരിലെ ജനങ്ങൾ. വാർത്തകൾ വിശദമായി. തദ്ദേശ തിരഞ്ഞെടുപ്പ് രംഗത്ത് UDFും BJPയും പരസ്പര സഹകരണ സംഘമായാണ് പ്രവർത്തിക്കുന്നതെന്ന് പിണറായി വിജയൻ. പയ്യന്നൂരിൽ T. ഗോവിന്ദൻ ദിനാചരണ ഭാഗമായുള്ള അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വേദിയിൽ സന്നിഹിതനായിരുന്ന ചലച്ചിത്രതാരം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് 92ാം പിറന്നാൾ ആശംസകൾ നേർന്നാണ് പിണറായി വിജയൻ അനുസ്മരണ പ്രഭാഷണത്തിലേക്ക് കടന്നത്. UDFിനും BJPക്കും SNDPക്കുമെതിരെ ശക്തമായ കടന്നാക്രമണങ്ങളായിരുന്നു പിണറായി വിജയന്റെ പ്രസംഗത്തിലുടനീളം. പയ്യന്നൂരിന് മറക്കാൻ കഴിയാത്ത നേതാവാണ് T. ഗോവിന്ദൻ എന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഭരണ തുടർച്ചയ്ക്കായുള്ള UDFിൻ്റെയും കരുത്ത് വർദ്ധിപ്പിക്കാനുള്ള BJPയുടെയും അതിമോഹമാണ് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ അവരെ പിന്നണിയിൽ ഒരുമിപ്പിച്ചു നിർത്തുന്നത്. പരസ്പര സഹായ സംഘമായാണ് ഇരുകൂട്ടരും പ്രവർത്തിക്കുന്നത്. മുമ്പ് വടകര ലോക്സഭാ മണ്ഡലത്തിലും ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിലും ഈ അവിശുദ്ധ സഖ്യം രൂപപ്പെട്ടപ്പോൾ മതേതരത്വത്തിനു വേണ്ടി ക്ഷുഭിതരായ കേരളീയർ വലിയ ഭൂരിപക്ഷം നൽകി ഇടതുപക്ഷത്തെ അധികാരത്തിലേറ്റുകയാണ് ചെയ്തത്. ഇനിയും അതാണ് സംഭവിക്കാൻ പോകുന്നത്. പശുവിറച്ചിയുടെ രാഷ്ട്രീയം പറഞ്ഞ് രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കുന്ന സംഘപരിവാറിനെതിരെ MGS നാരായണനെപ്പോലുള്ള ഇടതുപക്ഷക്കാരല്ലാത്ത ചരിത്രകാരന്മാർ പോലും ശക്തമായി നിലകൊള്ളുമ്പോൾ കോൺഗ്രസിന് അത് സാധിക്കുന്നില്ല. ഷിംലയിൽ പശുവിനെ കയറ്റിയ ട്രക്കിൽ സഞ്ചരിച്ച ഒരു ചെറുപ്പക്കാരനെ സംഘപരിവാർ ആക്രമിച്ച് കൊലപ്പെടുത്തിയപ്പോൾ കൊലയാളികളെ അറസ്റ്റ് ചെയ്യാനല്ല, കൊല്ലപ്പെട്ടയാളുടെ കൂടെ സഞ്ചരിച്ചവരെ അറസ്റ്റ് ചെയ്യാനാണ് വീർഭദ്ര സിംഗിൻ്റെ കോൺഗ്രസ് സർക്കാർ തയ്യാറായത്. പിണറായി തുടർന്നു. ഇവിടെ പഴയ കാലത്ത് അതാണല്ലോ പറഞ്ഞ കാര്യം. ആ കാലം ഋഷിമാരുടെ കാലം. ഋഷിമാർ പർണശാല കെട്ടി താമസിക്കുന്ന സമയം. എന്നാൽ എവിടെ മനുഷ്യൻ താമസിച്ചാലും അവിടെ ചില അതിഥികൾ ചെല്ലുമല്ലോ. അപ്പോൾ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു അതിഥി ചെന്നുവെങ്കിൽ ആ അതിഥിക്ക് നൽകുന്ന വിശിഷ്ടമായ ഭക്ഷണം ഉടനെ വീട്ടിലുള്ള കാളക്കുട്ടിയെ കൊലപ്പെടുത്തി ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കലാണ്. ഇത് ഋഷിമാർ ചെയ്തതാണ് എന്നാണ് ഈ ചരിത്രകാരൻ പറയുന്നത്. ഇതിന് വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും തെളിവുണ്ട്. വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ ചില ചരിത്രകാരന്മാർ പരസ്യമായി എഴുതിയിട്ടുണ്ട്. C. കൃഷ്ണൻ MLA സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെക്കുറിച്ച് രാജേഷ് കടന്നപ്പള്ളി രചിച്ച റെഡ് ഷെൽട്ടറിലെ ഉണ്ണി എന്ന പുസ്തകം CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദന് നൽകി പിണറായി പ്രകാശനം ചെയ്തു. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, പാർട്ടി നേതാക്കളായ V. നാരായണൻ, EP. കരുണാകരൻ, GD. നായർ, K. രാഘവൻ,
അഡ്വക്കേറ്റ് പി സന്തോഷ്, കെ വി ലളിത എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. ടി ഗോവിന്ദനെ അനുസ്മരിക്കാനും പിണറായിയെ കേൾക്കാനും വൻ ജനാവലിയാണ് ഗാന്ധി പാർക്കിൽ എത്തിച്ചേർന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. വെള്ളിയാഴ്ച വിജയദശമി. അറിവിനു മുന്നിൽ ശിരസ് നമിക്കാനും അധ്വാനത്തിന്റെയും കലയുടെയും മഹിമ ഉദ്ഘോഷിക്കാനുമുള്ള സന്ദർഭമായാണ് ഓരോ വിജയദശമി ദിനവും കടന്നുവരുന്നത്. ദുർഗയായും സരസ്വതിയായും മഹാമായിയായുമെല്ലാം വർണ്ണിക്കപ്പെടുന്ന പ്രകൃതി ചൈതന്യത്തെ ഉപാസിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യനെ അതായി നിലനിർത്തുന്ന ആരുടെ സവിശേഷതകളെയാണ് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത്. അറിവും അധ്വാനവും ഭാവനാശേഷിയുമാണ് ഉത്തമ മനുഷ്യനെ രൂപപ്പെടുത്തുന്നതെന്ന് ഓർമ്മിപ്പിക്കുന്നു ഓരോ വിജയദശമിയും. വിദ്യാരംഭവും ആയുധപൂജയും കലോപാസനയും മാനുഷികത എന്ന അനന്വയത്തെ ജാതിമത വിഭാഗീയതകൾക്കതീതമായി നിർവചിക്കാനുള്ള അബോധപ്രേരണയുടെ പ്രത്യക്ഷങ്ങളാകാം. അധ്വാനമാണ് ആരാധന എന്ന തിരിച്ചറിവിനായും കലാശേഷിയാൽ അനുഗ്രഹിക്കപ്പെടണമേ എന്ന ആഗ്രഹപ്രകടനത്തിനായി മറഞ്ഞു നിൽക്കുന്നതെല്ലാം തെളിഞ്ഞു കിട്ടുന്ന അറിവിനു വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്കായും പൂർവികർ കരുതിവെച്ച സവിശേഷ സന്ദർഭമാണ് വിജയദശമി. ആത്മാന്വേഷണവും ആത്മജ്ഞാനവുമായി വികസിക്കുന്ന ജ്ഞാനം ആരും അന്യരല്ല എന്ന ബോധം നമ്മളിൽ ഉണ്ടാക്കുകയും മനുഷ്യത്വം തന്നെയാണ് മനുഷ്യന്റെ ജാതിയും മതവുമെന്ന് വിളംബരപ്പെടുത്തുകയും ചെയ്യുന്നു. അറിവിനു മുന്നിലാണ് നമിക്കേണ്ടത് എന്നറിയുമ്പോൾ ആരാണ് വലിയവൻ എന്നതിനുള്ള ശരിയായ ഉത്തരം കൂടിയാണ് നമ്മൾ അറിയുന്നത്. അക്ഷരങ്ങളുടെ തുറസിലേക്ക് ആദ്യ ചുവട് വെച്ച കുരുന്നുകൾക്കും മുഴുവൻ പ്രേക്ഷകർക്കും നെറ്റ്വർക്ക് ചാനലിന്റെ വിജയദശമി ദിനാശംസകൾ. പലിയേരി ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ വിജയദശമി ദിനത്തിൽ വൻ ഭക്തജനത്തിരക്ക്. പൂജാ മഹോത്സവത്തിനോടനുബന്ധിച്ച് നടന്ന കനകവർഷത്തിൽ പങ്കെടുക്കാൻ ആയിരങ്ങളാണ് എത്തിച്ചേർന്നത്. ഉത്തര കേരളത്തിലെ ഏറെ പ്രശസ്തമായ പലിയേരി ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി പൂജ മഹോത്സവത്തോടനുബന്ധിച്ചു നടന്ന കനകവർഷം പരിപാടിയിൽ പങ്കെടുക്കാൻ ഇത്തവണ 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് എത്തിയത്. രാത്രി 9 മണിക്ക് നടക്കുന്ന കനകവർഷത്തിൽ പങ്കെടുക്കാൻ ഏറെ നേരത്തെ തന്നെ ജനങ്ങൾ എത്തിയിരുന്നു. അത്താഴ പൂജ കഴിഞ്ഞ് പൂജാരി പൂജിച്ചു കൊണ്ടുവരുന്ന നാണയങ്ങൾ ക്ഷേത്രസന്നിധിയിലെ മുറ്റത്തെ പീഠത്തിൽ കയറിനിന്ന് പൂജാരി 4 വശത്തേക്കും വലിച്ചെറിയുന്നു. നാണയത്തുട്ടുകൾ കരസ്ഥമാക്കാൻ കൈകൾ ഉയരുന്നത് മനോഹരമായ കാഴ്ച തന്നെയാണ്. പൂജിച്ച ഈ നാണയത്തുട്ടുകൾ വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. ഇത് ഒരു വർഷം വീട്ടിൽ സൂക്ഷിച്ച ശേഷം അടുത്ത നവരാത്രി നാളിൽ ഭക്തർ ക്ഷേത്രത്തിൽ തന്നെ കൊണ്ടുപോയി കാണിക്കയിടുന്നു. കനകവർഷത്തെ തുടർന്ന് ഗാനമേളയും അരങ്ങേറി. വെള്ളിയാഴ്ച നടന്ന അന്നദാനത്തോടെ ഉത്സവം സമാപിച്ചു. വിജയദശമി ദിനത്തിൽ മലയോര മേഖലയിലും ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്ക്. രാവിലെ മുതൽ നടന്ന വിദ്യാരംഭ ചടങ്ങിലും നിരവധി കുരുന്നുകളാണ് ആദ്യാക്ഷരം കുറിച്ചത്. ചിരിച്ചും ഭയന്നും കരഞ്ഞും കുരുന്നുകൾ ഹരിശ്രീ ഗണപതയെ നമ്മ കുറിച്ചപ്പോൾ വരും തലമുറയുടെ പ്രതീക്ഷകൾ മാതാപിതാക്കളുടെ കണ്ണുകളിൽ ദൃശ്യമായിരുന്നു. മലയോരത്തെ പഴക്കം ചെന്നതും ഏക ദേവീക്ഷേത്രവുമായ കമ്പല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ നൂറുകണക്കിന് ആളുകളാണ് മക്കളെ എഴുത്തിനിരുത്താനെത്തിയത്. ആയന്നൂർ ശിവക്ഷേത്രം, ചെറുപുഴ ശ്രീ അയ്യപ്പ ക്ഷേത്രം, പുളിങ്ങം ശങ്കരനാരായണ ക്ഷേത്രം, മീങ്കുളം ശ്രീകൃഷ്ണ ക്ഷേത്രം, പാടിയോട്ടുചാൽ അയ്യപ്പ ക്ഷേത്രം, ഗോക്കടവ് ശിവക്ഷേത്രം, ചിറ്റാരിക്കാൽ കിരാതേശ്വര ക്ഷേത്രം എന്നിവിടങ്ങളിലും വിശേഷാൽ പൂജകളും വിദ്യാരംഭ ചടങ്ങുകളും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പിലാത്രയിലും പരിസര പ്രദേശങ്ങളിലും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. പിലാത്രയിലും പരിസര പ്രദേശങ്ങളിലും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. മീങ്കുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിരവധി കുരുന്നുകളാണ് ആദ്യാക്ഷരം കുറിക്കാനെത്തിയത്. രാവിലെ 8:30 ആരംഭിച്ച വിദ്യാരംഭ ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി അശോക അടിക, പുതുമനയില്ലത്ത് കേശവൻ നമ്പൂതിരി, ശങ്കരമംഗലം ശങ്കരൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി. വാഹനപൂജ, താക്കോൽ പൂജ എന്നിവയും നടന്നു. ഇതോടെ ഒക്ടോബർ 13 മുതൽ ആരംഭിച്ച 10 ദിവസങ്ങളായി നീണ്ടുനിന്ന നവരാത്രി ആഘോഷത്തിനും സമാപനമായി. ഗീതാഞ്ജലി കലാക്ഷേത്രം നവരാത്രി ആഘോഷം സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു.
കുരുന്നുകൾക്കുള്ള ഹരിശ്രീ കുറിക്കലും വിദ്യാധരൻ മാസ്റ്റർ നിർവഹിച്ചു. വിജയദശമി ദിനാഘോഷത്തിൻ്റെ ഭാഗമായി വിവിധ കലാവിഭാഗങ്ങളിലേക്കുള്ള വിദ്യാരംഭ ചടങ്ങുകളും സംഗീത വിഭാഗം വിദ്യാർത്ഥികളുടെ വിദ്യാരംഭ ചടങ്ങും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. ഇനി തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. മാംസം കഴിക്കാത്ത ബ്രാഹ്മണരുടെ മുദ്രാവാക്യമാണ് ഗോവധ നിരോധനമെന്നും RSS രൂപീകരിച്ച നാഗ്പൂരിലെ ബ്രാഹ്മണ യുവാക്കൾ മുന്നോട്ട് വെച്ച നിലപാടാണ് RSS നടപ്പിൽ വരുത്താൻ ശ്രമിക്കുന്നതെന്നും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ LDF തൃക്കരിപ്പൂർ പഞ്ചായത്ത് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കോടിയേരി. ഇസ്ലാമിക സ്റ്റേറ്റ് സ്ഥാപിക്കണമെന്ന് പറഞ്ഞ് ഇറാഖിലും സിറിയയിലും മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരെ കൊന്നൊടുക്കുന്ന ISന്റെ ഇന്ത്യൻ പതിപ്പാണ് RSSും BJPയും. ഹിന്ദുക്കളിൽ മഹാഭൂരിപക്ഷത്തിനുമെതിരാണ് RSS. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനും പിന്നോക്ക ജനവിഭാഗത്തിനുമെതിരാണ് BJP എന്നതിന് തെളിവാണ് RSS തലവൻ മോഹഭഗവത് സംവരണം എടുത്തുകളയണമെന്ന് പറഞ്ഞത്. പട്ടികജാതി പട്ടികവർഗ സംവരണം ഭരണഘടനയിലുള്ളതാണ്. മഹാത്മാഗാന്ധി മുതൽ ഡോക്ടർ കൽബുർഗി വരെയുള്ള ഹിന്ദുമത വിശ്വാസികളെ തന്നെ വെടിവെച്ച് വീഴ്ത്തിക്കൊണ്ട് RSS മതനിരപേക്ഷതാ മൂല്യങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളി ഉയർത്തുകയാണ്. സാഹിത്യകാരന്മാർക്ക് എഴുതാൻ സ്വാതന്ത്ര്യമില്ലാതായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ലോകപ്രശസ്തരായ 50-ൽ പരം സാഹിത്യകാരന്മാർ തങ്ങൾക്ക് കിട്ടിയ പത്മ പുരസ്കാരങ്ങൾ വരെ തിരിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. അപൂർവമായൊരു സ്ഥിതിവിശേഷം രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ മതനിരപേക്ഷത നിലനിൽക്കണമോ എന്നത് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. കടലും തീരവും കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചവരാണ് കേരളം ഭരിക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാരെന്നും കോടിയേരി അഭിപ്രായപ്പെട്ടു. ISIS ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാഖിലും സിറിയയിലും ആക്രമണം നടത്തുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്രമണത്തിന് വിധേയമാകുന്നത് അന്യമതവിഭാഗത്തിൽപ്പെട്ടവരല്ല, മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരാണ്. ലക്ഷക്കണക്കിന് മുസ്ലിമുകൾ ആ രാജ്യങ്ങളിൽ നിന്ന് രക്ഷയില്ലാതെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്ത നാം ദിവസേന വായിച്ചു തുടങ്ങിയിരിക്കുന്നു. ആ ISISന്റെ ഇന്ത്യൻ പതിപ്പാണ് RSS BJP. M ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. LDF പ്രകടന പത്രിക കോടിയേരി ബാലകൃഷ്ണൻ പ്രകാശനം ചെയ്തു. AV അപ്പൂഞ്ഞി, VNP അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ പ്രകടന പത്രിക ഏറ്റുവാങ്ങി. LDF നേതാക്കളായ K കുഞ്ഞിരാമൻ MLA, KP സതീഷ് ചന്ദ്രൻ, MV ബാലകൃഷ്ണൻ, VPP മുസ്തഫ, E കുഞ്ഞിരാമൻ, C ബാലൻ, KV ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കണ്ടോന്താറിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ച നിലയിൽ BJPയുടെയും കോൺഗ്രസിന്റെയും ബോർഡുകളാണ് കഴിഞ്ഞ ദിവസം രാത്രി സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് കടന്നപ്പള്ളി ഡിവിഷൻ UDF സ്ഥാനാർത്ഥി സന്ദീപ് പാണപ്പുഴയുടെയും കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് 1-ാം വാർഡ് UDF സ്ഥാനാർത്ഥി NV രാധാകൃഷ്ണന്റെയും 1-ാം വാർഡ് BJP സ്ഥാനാർത്ഥി സദാനന്ദൻ എന്നിവരുടെ പ്രചരണ ബോർഡുകളാണ് കഴിഞ്ഞ ദിവസം രാത്രി നശിപ്പിച്ച നിലയിൽ കാണപ്പെട്ടത്. പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ചതിന് പിന്നിൽ LDF പ്രവർത്തകരാണെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. തുടർന്നുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും സമാധാനകാംക്ഷികളും ജനാധിപത്യ വിശ്വാസികളുമായ ആളുകൾ മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് അറുതി വരുത്താൻ സാധിക്കുകയുള്ളൂ. സംഭവത്തിൽ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് മണ്ഡലം കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം രേഖപ്പെടുത്തി. BJPയുടെ പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ചതിലും കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ഇരുവരും പരിയാരം പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. രാമന്തളിയിൽ UDF മുന്നണി സംവിധാനമില്ലാതെ കോൺഗ്രസും മുസ്ലിം ലീഗും ചേരിതിരിഞ്ഞ് മത്സരം. സൗഹാർദ്ദ മത്സരമെന്ന് പറയുന്നുവെങ്കിലും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ ഫ്ലെക്സ് അടിച്ചാണ് പ്രചാരണം നടത്തുന്നത്. രാമന്തളി പഞ്ചായത്തിലെ UDFൽ സൗഹൃദ മത്സരമെന്ന് പറയുമ്പോഴും മുസ്ലിം ലീഗ് മത്സരരംഗത്തുള്ളത് സ്വന്തം നിലയിലാണ്. പഞ്ചായത്തിലെ 4 വാർഡുകളിലാണ് കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ മത്സരം നടത്തുന്നത്. ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളായ ഇവിടങ്ങളിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പേരിലാണ് പാർട്ടി പ്രചാരണം നടത്തുന്നത്. കോൺഗ്രസ് മത്സരിക്കുന്ന എല്ലാ വാർഡുകളിലും UDFന്റെ പേരിൽ വോട്ട് തേടുമ്പോഴാണ് സൗഹൃദ മത്സരത്തിനപ്പുറം ലീഗ് സ്വന്തം നിലയിൽ പ്രചരണം നടത്തുന്നത്. ലീഗിന്റെ പ്രചരണ ബോർഡുകളിലെവിടെയും UDF എന്നും UDF സ്ഥാനാർത്ഥികളെന്നും സൂചിപ്പിക്കാത്തത് ഇതിനകം ചർച്ചയായിട്ടുണ്ട്. സിറ്റിംഗ് സീറ്റ് വിട്ടു നൽകുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് രാമന്തളിയിലെ UDFൽ സൗഹൃദ മത്സരത്തിൽ ചെന്ന് എത്തിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഏഴോം ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡ് അടുത്തിലിയിൽ ഇത്തവണ ത്രികോണ മത്സരമാണ് നടക്കുക.
UDFും LDFും സ്വതന്ത്ര സ്ഥാനാർത്ഥിയും തമ്മിലാണ് മത്സരം. ഏഴോം ഗ്രാമപഞ്ചായത്ത് ഇടതിന്റെ ശക്തി കേന്ദ്രമായാണ് അറിയപ്പെടുന്നത്. ഏഴോം ഗ്രാമപഞ്ചായത്തിലെ അടുത്തലിയിൽ 2 റിട്ടയർഡ് അധ്യാപകരും ഇവരുടെ ശിഷ്യനും തമ്മിലാണ് മത്സരം. റിട്ടയർഡ് അധ്യാപകൻ KV രാമകൃഷ്ണനാണ് LDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. 3 തവണ വാർഡുകളിലിറങ്ങി വോട്ടർമാരെ കണ്ടുകഴിഞ്ഞു. ഇടതിന് വേരോട്ടമുള്ള മണ്ണിൽ ഇത്തവണയും ജനങ്ങൾ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ തന്നെ വോട്ട് ചെയ്ത് തന്നെ വിജയിപ്പിക്കുമെന്ന് രാമകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നതാണ് ഞാൻ. ഇവിടെ ഞങ്ങളുടെ പ്രവർത്തനമെല്ലാം വളരെ നല്ല നിലയിൽ തന്നെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എല്ലാ വീടുകളിലും നല്ല ഒരു ആവേശം തന്നെയാണ് ഉണ്ടാക്കി സാധിച്ചിട്ടുള്ളത്. എല്ലാവരുടെയും സഹകരണം നമുക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇടതുകോട്ടയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് RC ശ്രീനിവാസൻ മാസ്റ്റർ മത്സരിക്കുന്നത്. ഇടത് അനുഭാവി കൂടിയായ ഇദ്ദേഹം മത്സരിക്കുന്നത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. 2 തവണ ശ്രീനിവാസൻ മാസ്റ്റർ വോട്ടർമാരെ കണ്ട് അഭ്യർത്ഥന നടത്തി. മണിയടയാളത്തിലാണ് ഇദ്ദേഹം ജനവിധി തേടുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ശ്രീനിവാസൻ മാസ്റ്റർ. എല്ലാ സ്ഥാനമാനങ്ങൾക്കും ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുക. നമ്മളിപ്പോൾ വികേന്ദ്രീകൃത ആസൂത്രണം എന്നൊക്കെ പറയുന്ന സമയമാണ്, അല്ലെങ്കിൽ അത് പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. അപ്പോൾ ചെലവ് ചുരുങ്ങിയ രീതിയിൽ ഏറ്റവും പരിമിതമായ ചെലവിൽ എങ്ങനെ ഒരു ഇലക്ഷനിൽ മത്സരിക്കാം എന്നതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായി യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് അഭിലാഷാണ് മത്സരരംഗത്തുള്ളത്. UDF സർക്കാരിന്റെ ഭരണനേട്ടങ്ങൾ തനിക്ക് അനുകൂലമായൊരു വിധിയെഴുത്തുമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അഭിലാഷ്. ഇതിനകം 2 വട്ടം വാർഡിൽ പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞു അഭിലാഷ്. വികസനം എന്നൊരു മുദ്രാവാക്യം മാത്രം നമ്മളവിടെ ഉയർത്തിക്കാട്ടുന്നത്. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അതിന് സഹകരിക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ശക്തമായ ത്രികോണ മത്സരത്തിൽ ആര് ജയിക്കുമെന്ന് പ്രവചിക്കാൻ സാധിക്കാത്ത രീതിയിലാണ് അടുത്തലയിൽ സ്ഥാനാർത്ഥികളുടെ പര്യടനം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. തൃക്കരിപ്പൂരിൽ LDFന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡ് നശിപ്പിച്ചു. കൊയ്യോങ്കര 7ാം വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ചിത്രമാണ് കീറി നശിപ്പിച്ചത്. പരാജയഭീതിയാണ് ബോർഡ് കയറിയതിന് പിന്നിലെന്ന് LDF നേതാക്കൾ. LDFന്റെ പ്രവർത്തനം വളരെ മുന്നോട്ട് പോയിരിക്കുകയാണ്. വളരെ എല്ലാ വിഭാഗം ജനങ്ങളും LDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കത്തിലാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അത് വിരൽ പൂണ്ട ആളുകളാണ് ഈ പോസ്റ്റ് കയറാനുള്ള സംഭവം. അത് മനസ്സിലാക്കി. പിലാത്തറ പറവൂരിൽ ഹൈടെൻഷൻ വൈദ്യുതി ലൈൻ പൊട്ടിവീണ് വൻ ദുരന്തം ഒഴിവായി. കഴിഞ്ഞ ദിവസം സന്ധ്യയോടെയാണ് ലൈൻ പൊട്ടിവീണത്. പറവൂരിൽ വ്യാഴാഴ്ച സന്ധ്യയോടെയാണ് ഉഗ്രശബ്ദത്തോടെ ഹൈടെൻഷൻ ലൈൻ പൊട്ടിവീണത്. കാഞ്ഞിരോട് നിന്ന് മയിലാട്ടിയിലേക്ക് കടന്നുപോകുന്ന ലൈനാണ് പൊട്ടിവീണത്. കഴിഞ്ഞ വർഷവും ഇവിടെ വൈദ്യുതി ലൈൻ പൊട്ടിവീണിരുന്നു. അപകടം തുടർച്ചയാകുമ്പോൾ ഭീതിയോടെയാണ് പ്രദേശവാസികൾ കഴിയുന്നത്. പ്രദേശവാസിയായ P. സതി ടീച്ചർ, കക്കാട് പത്മനാഭൻ എന്നിവരുടെ വീടിന് മുകളിലും ലൈൻ പതിച്ചു. ലൈൻ പൊട്ടിവീണതിനെ തുടർന്ന് സതി ടീച്ചറുടെ വീടിന്റെ മുകളിലെ ഷീറ്റ് പൂർണ്ണമായും തകർന്നു. സമീപത്തൊഴുകുന്ന പുഴയിലും ലൈനിന്റെ ഭാഗം പതിച്ചിരുന്നു. വൈദ്യുതി ലൈൻ പൊട്ടിവീഴുന്നത് തുടർക്കഥയാകുമ്പോൾ ജീവന് സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതേപോലെ ഈ പൊട്ടി വീണിരുന്നു. അത് കുറച്ച് അപ്പുറത്തെ ഭാഗത്തായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ കളിക്കുന്ന സമയത്ത് ആണ് ഇത് സംഭവിച്ചത്. അപ്പോൾ കുട്ടികളൊക്കെ കളിക്കുകയും മരത്തിൻ്റെ മേലെ കയറി മരത്തിൽ കയറി കളിക്കുന്ന സമയത്താണ് പൊട്ടി വീണത്. മാത്രമല്ല വീടിൻ്റെ മേലെ കയറിയിട്ട് പൊട്ടി വീണിട്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം സംഭവിച്ചപ്പോൾ ഇത് ആകസ്മികമാണെന്ന് വിചാരിച്ചെങ്കിൽ ഇപ്പോൾ പിന്നെ എല്ലാ വർഷവും ഇങ്ങനെ ഓരോ ലൈനായിട്ട് പൊട്ടി വീഴാണ്. ഇത് പൊതുവേ ഇതിൻ്റെ അനാസ്ഥയായിട്ട്, ഈ ഡിപ്പാർട്ട്മെൻറ്റ് അനാസ്ഥയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വിജയദശമി ദിനത്തിന്റെ ഭാഗമായി RSS രാമന്തളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാമന്തളിയിൽ റൂട്ട് മാർച്ച് നടത്തി. വിജയദശമിയോടനുബന്ധിച്ച് RSS രാമന്തളി മണ്ഡലം കമ്മിറ്റി ശങ്കരനാരായണ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച കരിവെള്ളൂർ ഇനി പച്ചക്കറിയിൽ സ്വയം പര്യാപ്ത ഗ്രാമം. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിലുള്ള ഫാർമേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ജൈവ പച്ചക്കറി വിപ്ലവത്തിന് ഒരുങ്ങുന്നത്. ഒരു ഗ്രാമം മുഴുവനും പച്ചക്കറി കൃഷിയിലേക്ക് തിരിയുകയാണ്, അതും ജൈവ കൃഷി. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ കരിവെള്ളൂർ എന്ന ഗ്രാമമാണ്
സംസ്ഥാനത്തിനു തന്നെ മാതൃകയാക്കാവുന്ന രീതിയിൽ മുന്നോട്ടു പോകുന്നത്. 500-ൽ അധികം വീട്ടുകാരാണ് കൃഷിയിൽ ഏർപ്പെടുന്നത്. ഓരോരുത്തരും മിനിമം 2.5 സെന്റ് സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്. ഇവർക്ക് കൃഷിയിൽ കക്ഷിരാഷ്ട്രീയ ചിന്തയോ ജാതിമത വേർതിരിവോ ഇല്ല. കാന ഗോവിന്ദൻ സെക്രട്ടറിയും KV കുഞ്ഞിരാമൻ മാസ്റ്റർ പ്രസിഡന്റുമായാണ് ഫാർമേഴ്സ് ക്ലബ്ബ് പ്രവർത്തിക്കുന്നത്. വെണ്ട, പയർ, പാവൽ, പടവലം, ചീര തുടങ്ങി 9ഓളം ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത്. കാർഷിക ഗവേഷണ കേന്ദ്രം പിലിക്കോട്, കാർഷിക സർവകലാശാല പടന്നക്കാട് എന്നിവിടങ്ങളിൽ നിന്നുമാണ് വിത്തുകൾ വാങ്ങിയിരിക്കുന്നത്. മേടിക്കുന്ന വിത്തുകൾ പകുതി വിലയ്ക്ക് കർഷകർക്ക് വിതരണം ചെയ്യുന്നു. കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് സൗജന്യമായി വളവും വിതരണം ചെയ്യുന്നു. ജൈവ കൃഷി ചെയ്താൽ മുതലാകില്ലെന്ന് പറയുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഈ കൂട്ടായ്മ. അടുത്ത 3 വർഷത്തിനുള്ളിൽ കരിവള്ളൂർ ഗ്രാമത്തിലെ മുഴുവൻ വീടുകളിലും ജൈവ പച്ചക്കറി കൃഷി നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ഈ വർഷം അതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും അന്യരാഷ്ട്രങ്ങൾ പോലും നിരോധിക്കപ്പെട്ട മാരകമായ വിഷം തീണ്ടിയ പച്ചക്കറിയാണ് നമ്മുടെ സംസ്ഥാനത്തിലേക്ക് എത്തുന്നത്. അടുക്കളയിലേക്ക് ആവശ്യമായ വിഷരഹിതമായ പച്ചക്കറികൾ സ്വയം ഉൽപ്പാദിപ്പിക്കുക, അതുവഴി മണ്ണിനെയും മനുഷ്യനെയും സംരക്ഷിക്കുക എന്നതാണ് ഫാർമേഴ്സ് ക്ലബിന്റെ മുദ്രാവാക്യം തന്നെ. ആവശ്യത്തിൽ അധികം പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചാൽ ഫാർമേഴ്സ് ക്ലബ്ബ് തന്നെ വാങ്ങി വിപണനം ചെയ്ത് പരിഹാരമുണ്ടാക്കുന്നു. അതുകൊണ്ടുതന്നെ ഇടനിലക്കാരില്ലാതെ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനാകുന്നു. കേരളം ജൈവകൃഷിയിലേക്ക് മുന്നേറുമ്പോൾ കേരളത്തിന് തന്നെ മാതൃകയായി തീരുകയാണ് കരിവള്ളൂർ ഗ്രാമം. കൊല്ലൂർ മൂകാംബികയുടെ സാന്നിധ്യമാണ് തന്നെ എഴുത്തുകാരനാക്കിയതെന്ന് പ്രശസ്ത സിനിമാ ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി കോറോത്ത് നെറ്റ്വർക്ക് ന്യൂസുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തന്നെ പാട്ടുകാരനും എഴുത്തുകാരനുമാക്കിയത് കൊല്ലൂർ മൂകാംബികാ ദേവിയുടെ സാന്നിധ്യമാണെന്നും പ്രശസ്ത സിനിമാ ഗാനരചയിതാവും നടനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പറഞ്ഞു. 16 വയസ്സ് വരെ കൈതപ്രത്തായിരുന്നു ഞാൻ. കൈതപ്രത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള സമ്പത്ത് തന്നെ അതിൻ്റെ അവിടുത്തെ സൗഹൃദം, അവിടുത്തെ ഭൂമിയുടെ ഈർപ്പം, അവിടുത്തെ മനസ്സുകൾ, അച്ഛൻ, അമ്മ, ഗുരുക്കന്മാർ, പിന്നെ എൻ്റെ വിദ്യാലയങ്ങൾ, പിന്നെ വേദം, ഇതിൽ നിന്നെല്ലാം മനുഷ്യൻ ഒന്നാണെന്നും മനുഷ്യന് അങ്ങനെ ഉച്ചതിച്ചതുകളില്ലാന്നും പഠിക്കാനാണ് എന്നെ കൈതപ്രം പഠിപ്പിച്ചത്. കൈതപ്രം എന്ന ഗ്രാമം മണ്ണിൻ്റെ മണമുള്ള പാട്ടുകൾ എഴുതാൻ തുണയായെന്നും പുതിയ പാട്ടുകളിൽ നാടിൻ്റെ നന്മ മറക്കുകയാണെന്നും നല്ല പാട്ടുകൾ ഉണ്ടാകണമെങ്കിൽ നല്ല ചിന്തകൾ ആവശ്യമാണെന്നും കൈതപ്രം പറഞ്ഞു. പ്രേക്ഷകർക്കായി തൻ്റെ ആദ്യ ഗാനവും പാടിത്തരാൻ കൈതപ്രം മറന്നില്ല. രാഷ്ട്രീയ സ്വയംസേവക് തൃക്കരിപ്പൂർ മണ്ഡൽ പഥസഞ്ചലനം വിജയദശമി ദിനത്തിൽ നടന്നു. RSSന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് പഥസഞ്ചലനം. തൃക്കരിപ്പൂർ ചെറുകാനത്ത് നിന്നും ആരംഭിച്ച പഥസഞ്ചലനം തങ്കയം വഴി തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. കളഞ്ഞുകിട്ടിയ പണം തിരികെ ഏൽപ്പിച്ച് പോലീസുകാർ മാതൃകയായി. പയ്യന്നൂരിലെ ഹോംഗാർഡ് ശേഖരനാണ് കളഞ്ഞുകിട്ടിയ 9,500 രൂപ ഉടമസ്ഥന് തിരിച്ച് ഏൽപ്പിച്ചത്. കഴിഞ്ഞ ദിവസമാണ് പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ശേഖരൻ എന്ന ഹോംഗാർഡ്, പോലീസുകാരൻ ഹേമന്ത് എന്നിവർക്ക് 9,500 രൂപ കളഞ്ഞുകിട്ടിയത്. തുടർന്നുള്ള പരിശോധനയിൽ തളിപ്പറമ്പ് മുക്കേല സ്വദേശി ജലീലിന്റേതാണ് പണമെന്ന് മനസ്സിലാവുകയും ഓഫീസർ വിപിൻ കുമാർ പണം തിരികെ ഏൽപ്പിക്കുകയും ചെയ്തു. പിലാത്തറ പാപ്പിനിശ്ശേരി റോഡ് രാജ്യാന്തര നിലവാരത്തിലാക്കുന്നതിനുള്ള 1ാം ഘട്ട പ്രവൃത്തി പൂർത്തിയായി. ടാറിംഗ് പ്രവൃത്തിയാണ് പൂർത്തിയായിട്ടുള്ളത്. പിലാത്തറ പാപ്പിനിശ്ശേരി റോഡ് രാജ്യാന്തര നിലവാരത്തിലേക്കാക്കാനുള്ള KSTP റോഡ് പ്രവൃത്തിയുടെ 1ാം ഘട്ടം പൂർത്തിയാകുന്നു. ടാറിംഗ് പ്രവൃത്തി പൂർത്തിയായി. ഓവുചാലിന്റെ നിർമ്മാണവും ഇതിന് സ്ലാബിടാനുള്ള പണിയുമാണ് പൂർത്തിയാകാനുള്ളത്.
റോഡിൽ ട്രാഫിക് സിഗ്നൽ സംവിധാനവും ഒരുക്കുന്നുണ്ട്. എരിപുരം പോലീസ് സ്റ്റേഷൻ ജംഗ്ഷനിലും ചെറുതാഴം പഞ്ചായത്തിലെ അമ്പലം റോഡ് ജംഗ്ഷനിലുമാണ് സിഗ്നൽ സംവിധാനം വരുന്നത്. എരിപുരം ജംഗ്ഷനിൽ 4 റോഡുകളിലും സിഗ്നലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. അമ്പലം റോഡ് ജംഗ്ഷനിലെ 3 ഭാഗത്തും സിഗ്നൽ സംവിധാനമുണ്ട്. സോളാർ സംവിധാനത്തിലാണ് ഇത് പ്രവർത്തിക്കുക. അടുത്ത മാസം ആദ്യവാരത്തോടെ സിഗ്നൽ സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമാകും. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. പയ്യന്നൂർ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ടി ഗോവിന്ദൻ ദിനാചരണത്തിന്റെ ഭാഗമായി പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചു. കെ.വി. ലളിത ഉദ്ഘാടനം ചെയ്തു. ദിവസേന നിരവധി പേർ ആശ്രയിക്കുന്ന പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരം വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ടി ഗോവിന്ദൻ ദിനാചരണത്തിന്റെ ഭാഗമായി അസോസിയേഷൻ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചത്. പ്രവൃത്തി കെ.വി. ലളിത ഉദ്ഘാടനം ചെയ്തു. ടി.ഐ. മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. 15ഓളം പ്രവർത്തകർ ശുചീകരണത്തിൽ പങ്കാളികളായി. പ്രവൃത്തിയുടെ ഭാഗമായി അസോസിയേഷന്റെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് തീവണ്ടി സമയസൂചികയും സ്ഥാപിച്ചു. സ്റ്റേഷൻ മാസ്റ്റർ ബോർഡ് ഏറ്റുവാങ്ങി. കാങ്കോൽ ശിവക്ഷേത്രത്തിൽ കാളയെ നടയിൽ സമർപ്പിച്ചത് ഭക്തർക്ക് ആനന്ദവും കൗതുകവും പകരുന്ന കാഴ്ചയായി. ചടങ്ങ് കാണാൻ നിരവധി പേരാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. വിജയദശമി നാളിൽ രാവിലെ 10:30 ചടങ്ങ്. കാസർഗോഡ് നിന്നും കൊണ്ടുവന്ന വെള്ളക്കാളയെയാണ് നടക്കി വെച്ചത്. പൂജയും മറ്റു കാര്യങ്ങളും നടന്നു. ചടങ്ങിൽ ട്രസ്റ്റി ബോർഡ് മെമ്പർമാർ, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. നവരാത്രി ആഘോഷത്തിനോടനുബന്ധിച്ച് തൃക്കരിപ്പൂർ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ദീപാലങ്കാരം നടത്തി. ക്ഷേത്രവും ഉപക്ഷേത്രവും ചുറ്റുമതിലും ദീപപ്രഭയിൽ ശോഭിച്ചു. 22 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന്റെ മുന്നൊരുക്കങ്ങൾ നടന്നുവരികയാണ്. തൃക്കരിപ്പൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നവമി ദിവസം സന്ധ്യയ്ക്ക് ഭക്തർ തെളിയിച്ച ദീപപ്രഭയിൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പരിശോഭിച്ചു. 2016 ഫെബ്രുവരി ആദ്യവാരത്തിലാണ് പെരുങ്കളിയാട്ടം. അണീക്കര കുടുംബ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെയും നീലേശ്വരം ബ്ലോക്കിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ് സംഘടിപ്പിച്ചു. ലൈവ് സ്റ്റോക്ക് ഇൻസ്ട്രക്ടർ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ വെറ്റിനറി ഹോസ്പിറ്റലിന്റെ സഹായ സഹകരണത്തോടെയാണ് പ്രതിരോധ കുത്തിവയ്പ് സംഘടിപ്പിച്ചത്. 3 മാസത്തിൽ കുറവ് പ്രായമുള്ളവയെയും പ്രസവിക്കാറായവയും രോഗബാധിതമായവയും ഒഴികെ കുത്തിവയ്പ്പിന് വിധേയമാക്കി. കുത്തിവയ്പ്പിന് വിധേയമായ കന്നുകാലികളെ 3-4 ദിവസത്തേക്ക് വെയിലിൽ വിടാതെയും ധാരാളം ശുദ്ധജലവും കാലിത്തീറ്റ കൂടുതൽ നൽകുകയും ചെയ്യണമെന്ന് കുത്തിവയ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ രാമചന്ദ്രൻ പറഞ്ഞു. ഏറ്റവും മഹത്തായ ഒരു പദ്ധതിയാണ് FMDCP അഥവാ കുളമ്പുരോഗ പദ്ധതി. കുളമ്പുരോഗം ബാധിക്കുന്നതിലൂടെ കർഷകർക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്ന ഒരു ദീനമാണ് ഈ കുളമ്പുരോഗം. ചടങ്ങിൽ MT ബാലൻ അധ്യക്ഷനായി. ഇ ജനാർദ്ദനൻ, മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. തെക്കേ തൃക്കരിപ്പൂർ ഒലമ്പച്ചി മാനിയേരി ശ്രീ താനിച്ചേരി ഊർപ്പഴശ്ശി ക്ഷേത്രത്തിൽ ഊർപ്പഴശ്ശി ദൈവത്തിന്റെ പുത്തിരി വെള്ളാട്ടം ഒക്ടോബർ 26 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടക്കും. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KVDS മൈ സ്വീറ്റ് ഹോം, മാത്തിൽ, പയ്യന്നൂർ. ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ട കുറഞ്ഞ പ്രായം വർദ്ധിപ്പിക്കാൻ സർക്കാരിന് ശുപാർശ. പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിൽ യഥാർത്ഥത്തിൽ ഒരു 10, 15, 20 വയസ്സുള്ള കുട്ടീൻ്റെ കയ്യിൽ ഒരു വണ്ടി കിട്ടിയാൽ അവർ ശരിക്ക് അതിൻ്റെ കൺട്രോൾ ഇതിൽ ബോൾട്ടും നെട്ടും ഉപയോഗിച്ചിട്ടൊരു ഒരു വാഹനമാണ്. ഇതേ സമയം അപകടം സംഭവിക്കാം. നമുക്ക് പബ്ലിക് റോഡിലൂടെ നമ്മൾ പോകുന്നത്. സാധാരണഗതിയിൽ നമ്മൾ അതിലൊരു ഒരു കൺട്രോളിങ് പവർ നമ്മൾ കാണിക്കുന്നില്ലെങ്കിൽ ഓടിക്കുന്ന ആർക്കും അപകടം സംഭവിക്കാം, പബ്ലിക്കിനും അപകടം സംഭവിക്കാം. അതിൻ്റെ ആ ബോധം ഇന്നത്തെ കുട്ടികൾക്കില്ല. അപ്പം ലൈസൻസ് കൊടുക്കുമ്പോൾ പ്രായം കുറച്ചുകൂടി കുറച്ചാൽ കൂടുതൽ അപകടം വരാനാണ് സാധ്യത. റോഡ് സുരക്ഷ നമുക്ക് ബാധകമില്ലാത്ത അവസ്ഥ വരും. അത് വളരെ ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യുന്ന കാര്യമാണെന്ന് ഇപ്പോഴേക്കാണ്. റോഡ് അപകടങ്ങൾ ഏറി വരുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾക്ക് പ്രധാന കാരണം അശ്രദ്ധയും റോഡ് ശോച്യാവസ്ഥയുമാണ്. അപകടത്തിൽ മരണപ്പെടുന്നതിലധികവും യുവാക്കളും വിദ്യാർത്ഥികളുമാണ്. ഈ പുതിയ നിയമത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനയുടെ ഭാഗമായി ഇതിൻ്റെ പേരിൽ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത്, യാത്രക്കാരെയും ഡ്രൈവർമാരെയും ബുദ്ധിമുട്ടിക്കുന്ന ഈ റിപ്പോർട്ട് കാരണമാകുമോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് ആൺകുട്ടികൾക്കായിട്ട് ഒരു 18 വയസ്സായി കഴിഞ്ഞാൽ ഇപ്പം കൊടുക്കുന്ന പ്രാബല്യം തന്നെ നല്ലത്. 17 വയസ്സ് പറ്റുമെങ്കിൽ 15 വയസ്സാക്കും. അത് കുട്ടികൾ എങ്ങനെയെങ്കിലും കാലം മാറുന്നതനുസരിച്ചിട്ട് പിന്നെ എല്ലാം മാറ്റം കൊടുക്കട്ടെ. പിന്നെ കുട്ടികൾക്ക് കൂടുതൽ ശ്രദ്ധിക്കുക. ബാക്കി ട്രാഫിക് നിയമങ്ങൾ കുറച്ച് പരിഷ്കരിക്കുക. അല്ലാതെ ലൈസൻസിൻ്റെ വയസ്സ് കുറച്ചിനെ കൊണ്ട് യാതൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നില്ല. നിലവിൽ ഇപ്പോൾ ലൈസൻസ് അനുവദിക്കുന്നതിനുള്ള പ്രായപരിധി 18 വയസ്സാണുള്ളത്.
ഈ 18 വയസ്സ് ആൺകുട്ടികൾക്ക് ലൈസൻസ് അനുവദിക്കാനുള്ള പ്രായപരിധി 20 വയസ്സായിട്ടും പെൺകുട്ടികൾക്ക് 21 വയസ്സായിട്ടും Yes, My Sweet Home, മാത്തിൽ പയ്യന്നൂർ. നെറ്റ്വർക്ക് ചാനലിന്റെ പ്രത്യേക തിരഞ്ഞെടുപ്പ് പരിപാടി വോട്ടിന്റെ വഴി ഇന്നു മുതൽ ദിവസവും രാത്രി 9 മണിക്ക്, രാവിലെ 7:30 ഉച്ചയ്ക്ക് 1:30 പുനഃസംപ്രേഷണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തിരഞ്ഞെടുപ്പ് രംഗത്ത് UDFും BJPയും പരസ്പര സഹകരണ സംഘമായാണ് പ്രവർത്തിക്കുന്നതെന്ന് പിണറായി വിജയൻ. വെള്ളിയാഴ്ച വിജയദശമി, അറിവിന്റെ ആദ്യാക്ഷരം നുകർന്ന് കുരുന്നുകൾ. പിലാത്തറ പറവൂരിൽ ഹൈടെൻഷൻ വൈദ്യുതി ലൈൻ പൊട്ടിവീണു, വഴിമാറിയത് വൻ ദുരന്തം. മാംസം കഴിക്കാത്ത ബ്രാഹ്മണരുടെ മുദ്രാവാക്യമാണ് ഗോവധ നിരോധനമെന്നും RSS രൂപീകരിച്ച നാഗ്പൂരിലെ ബ്രാഹ്മണ യുവാക്കൾ മുന്നോട്ട് വെച്ച നിലപാടാണ് സംഘപരിവാർ നടപ്പിൽ വരുത്താൻ ശ്രമിക്കുന്നതെന്നും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. വീണ്ടും ചരിത്രം കുറിക്കാനൊരുങ്ങുകയാണ് കരിവെള്ളൂർ ഗ്രാമം. പച്ചക്കറിയിൽ സ്വയം പര്യാപ്തത നേടാനൊരുങ്ങി കരിവെള്ളൂരിലെ ജനങ്ങൾ. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.